ലൂക്ക മോഡ്രിച്ച് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാൾ. ട്രിവെല പാസുകളുടെ തമ്പുരാൻ. 1000ഓളം ദ്വീപ് സമൂഹങ്ങളുടെ രാജ്യമായ ക്രൊയേഷ്യയെ ഒറ്റയ്ക്ക് ലോക ഫുട്ബോളുകളിൽ മുന്നോട്ട് നയിച്ച ഒറ്റയാൻ. ആ മാന്ത്രിക കാലുകൾ ഇനി ലോകകപ്പ് വേദികളിൽ ഇല്ല. ടൊറാന്റോയിലെ ഹരിത മൈതാനത്ത് ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ അത് വെറുമൊരു മത്സരത്തിന്റെ അന്ത്യമായിരുന്നില്ല, മറിച്ച് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും കാവ്യാത്മകമായ ഒരു അധ്യായത്തിന്റെ വികാര നിർഭരമായ തിരശീല വീഴൽ കൂടിയായിരുന്നു. ചുവപ്പും വെള്ളിയും കലർന്ന ആ ക്രൊയേഷ്യൻ കുപ്പായത്തിൽ സ്വന്തം രാജ്യത്തിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒരു വ്യാഴവട്ടക്കാലത്തോളം ചുമലിലേറ്റിയ ലൂക്ക മോഡ്രിച്ച് എന്ന 10ാം നമ്പർ ഒടുവിൽ കളം വിടുകയാണ്. പ്രായം 40-ലെത്തി നിൽക്കുമ്പോഴും കളിക്കളത്തിൽ കാട്ടിയ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യവും തോൽവിയിലും സഹതാരങ്ങളെ ചേർത്ത് പിടിച്ചുള്ള ആശ്വാസ വാക്കുകളും ഒരു ജനതയുടെ മുഴുവൻ കണ്ണീരായി മാറുകയായിരുന്നു. കളിക്കളത്തെ എതിരാളിയായിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ സ്നേഹാലിംഗനം നൽകി മോഡ്രിച്ച് മടങ്ങുമ്പോൾ ലോക ഫുട്ബോളിന് നഷ്ടമാകുന്നത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു പോരാളിയെയാണ്. ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിന് മുന്നിൽ ക്രൊയേഷ്യ 2-1 പരാജയപ്പെട്ടപ്പോൾ ഒരു യുഗത്തിന്റെ കൊടിയിറക്കമാണ് അവിടെ നടന്നത്. 40ാം വയസ്സിൽ തന്റെ രാജ്യത്തിന്റെ ജേഴ്സിയിൽ പുൽമൈതാനത്ത് പന്തുരുട്ടിയ ആ മാന്ത്രികൻ ലൂക്ക മോഡ്രിച്ച് തന്റെ ലാസ്റ്റ് ഡാൻസ് പൂർത്തിയാക്കി കളം വിടുകയായിരുന്നു. യുദ്ധത്തിന്റെ കരിനിഴൽ വീണ ബാൽക്കൻ മണ്ണിൽ വെടിയൊച്ചകൾക്കിടയിലൂടെ പന്തുരുട്ടി ശീലിച്ച ഒരു കുട്ടിയുണ്ടായിരുന്നു. അഭയാർത്ഥി ക്യാമ്പിലെ ദാരിദ്ര്യത്തോടും പ്രതിസന്ധികളോടും പടവെട്ടി വളർന്ന ആ മെലിഞ്ഞുണങ്ങിയ ബാലനാണ് പിൽക്കാലത്ത് ലോക ഫുട്ബോളിന്റെ മധ്യനിരയെ നിയന്ത്രിക്കുന്ന രാജാവായി മാറിയത്. 2006 തുടങ്ങിയ ആ യാത്ര 5 ലോകകപ്പുകളുടെ വന്യമായ ഭംഗിയിലൂടെ കടന്നുപോയി. നന്ദി ലൂക്ക. നിങ്ങളൊരു തലമുറയ്ക്ക് പകർന്നു നൽകിയ സ്വപ്നങ്ങൾക്കും കാൽപന്ത് കളിക്ക് നൽകിയ മാസ്മരിക സൗന്ദര്യത്തിനും മധ്യനിരയിലെ സുൽത്താന് നന്ദി. ഒരു ഫോൺ കോൾ മതി, ജിയോ സാൻ നിങ്ങളെ വീട്ടുമുറ്റത്തെത്തും. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും.